ഒരു ക്ഷണം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദാഹത്തോടെ കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. In the name of Jesus, Father, we pray. Please give us special anointing now. ഈ ജനത്തോട് സംസാരിക്കാനായിട്ട് എന്റെ അധരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ആഗ്രഹിക്കുന്ന പറയാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന് നിയന്ത്രണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ തുടർന്നുള്ള സമയങ്ങളിൽ ആന്തരിക സൗഖ്യത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. ആന്തരിക മുറിവുകളെ കുറിച്ചല്ല, എന്നാൽ ആന്തരിക മുറിവുകളെ കുറിച്ചാണ്, ആന്തരിക സൗഖ്യത്തെക്കുറിച്ചാണ് നാം ഈ മണിക്കൂർ ചിന്തിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-ാം തിരുവചനം അത് ഇപ്രകാരമാണ് നാം വായിക്കുക. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവിടുന്ന് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും നൽകാനായി അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഈ വചനം പൂർത്തിയായി അരുൾ ചെയ്തുകൊണ്ട് ഈശോ വീണ്ടും തുടരുകയാണ്. ഇവിടെ നാം കാണുക, കർത്താവിന്റെ ആത്മാവ് വരുന്നത് ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടിയിട്ടാണെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ബന്ധനം എന്താണത്? ബന്ധനം പാപമാണ് നിന്റെ ജീവിതത്തിലെ ബന്ധനം. പാപത്തിന്റെ എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ഇടപെടലുകളിൽ നിന്നും വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു നിന്നിലേക്ക് അഥവാ ലോകത്തിലേക്ക് വന്നിരിക്കുക. അന്ധർക്ക് കാഴ്ച, കണ്ണുപൊട്ടന്മാരോടല്ല ഈശോ സംസാരിച്ചത്, നേരെ നിങ്ങൾ നോക്കുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് തന്നെ അദ്ദേഹം സംസാരിച്ചത്. എന്താണ് അന്ധത? സത്യദൈവത്തെ അറിയത്തില്ലാത്ത അവസ്ഥ. ഈ അണ്ടഘടാകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സത്യദൈവത്തെ അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ദാറ്റ് മീൻസ് അത് പറയുന്നത് യേശുക്രിസ്തു ഈ അണ്ടഘടാകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ മനുഷ്യത്വത്തിലുള്ള വെളിപാടാണെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയെന്ന് വിശ്വസിക്കുന്നവർ കരപൂർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നാം വായിക്കുകയാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എന്താണ് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ? ഇതാണ് നിന്റെ ജീവിതത്തിലെ ആന്തരിക മുറിവ്. നമുക്കറിയാം, നാം ഓരോരുത്തരും ശരീരവും ആത്മാവും മനുഷ്യരുമുള്ളവരാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 5-ാം അധ്യായത്തില് 23-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആത്മാവും ശരീരവും അവികലമാകാതിരിക്കാൻ വേണ്ടി ഈശോ നമ്മളെ സുഖപ്പെടുത്താനായിട്ട് വരികയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം. അതിങ്ങനെയാണ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ എന്നാണ്. ഇവിടെ മനുഷ്യൻ ആത്മാവും ശരീരവും മനസ്സുമുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ 3 തലങ്ങളിലും നമുക്ക് വിടുതൽ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ആ ശക്തിയിലേക്ക് നാം പ്രവേശിക്കുക. അതുകൊണ്ട് ഇവിടെ 3 തലങ്ങളിലാണ് നമുക്ക് വേണ്ടി ആത്മാവിന് വിടുതൽ വേണം, ശരീരത്തിന് വിടുതൽ വേണം, മനസ്സിന് വിടുതൽ വേണം. നമുക്കറിയാം, മനസ്സ് എന്ന് പറയുന്നത് ഒരു കുളം പോലെയാണ്. സപ്പോസ് മനസ്സിന് 3 തലങ്ങളാണുള്ളത് നമുക്കറിയാം. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. നമുക്കറിയാം, ബോധ മനസ്സിലാണ് നാം കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. എന്നെ നിങ്ങൾ കേൾക്കുന്നത് ഇപ്പം ബോധ മനസ്സിലാണ്. ബോധ മനസ്സിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നു, അവ നിങ്ങളുടെ അബോധ മനസ്സിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു, നിങ്ങൾ സ്വീകരിക്കുന്നു, അല്ലാത്തോ വീണ്ടും കിടക്കുകയാണ്. നിങ്ങൾക്ക് തിക്തമായി തോന്നുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഇതില്
ഈ ബോധ മനസ്സിൽ നിന്ന് സ്വീകരിച്ചത് അബോധ മനസ്സിൽ പോയി, ഉപബോധ മനസ്സിൽ പോയി, ഉപബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് ചെന്ന് അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഈ അബോധ മനസ്സിൽ കിടക്കുന്ന വികാരങ്ങൾക്ക് എന്റെ ബോധ മനസ്സിന് നേരിട്ട് നിയന്ത്രണമൊന്നുമില്ല. ഈ അബോധ മനസ്സിൽ കിടക്കുന്ന വികാരങ്ങളിലേക്ക് എനിക്ക് നേരിട്ട് നിയന്ത്രണമില്ലാത്തതുകൊണ്ട്, അതിനെനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട്, ആനുകാലികമായി സാഹചര്യങ്ങൾക്കനുസൃതമായി, സംഭവങ്ങൾക്കനുസൃതമായി, സ്ഥലങ്ങൾക്കനുസൃതമായി ഇതാ ഈ അബോധ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ്, വിപരീത വികാരങ്ങൾ ബോധ മനസ്സിലേക്ക് തള്ളി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരിക്കല് ഒരു പെൺകുട്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടിടയായി. സംഭവം ഇതായിരുന്നു, ആ പെൺകുട്ടി +1 പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഒരു ദിവസം അതിരാവിലെ അവള് വീട്ടിൽ നിന്നിറങ്ങണം, കോളേജിൽ എത്തണമെങ്കിൽ. അങ്ങനെ അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങി വന്ന വഴിക്ക് നേരം പരുവര വെളുത്ത സമയത്ത് ഇറങ്ങി പോകുന്നതാണ്. വന്ന വഴിക്ക് ഒരു പട്ടി അവളുടെ മുൻപിൽ കൂടെ എടുത്ത് ചാടിയപ്പോൾ അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീണുപോയി. അയലൊക്കത്തുണ്ടായിരുന്ന ഒരു ചേട്ടൻ വന്നിട്ട് വെള്ളമൊക്കെ തെളിച്ച് ആ കൊച്ചിനെ എഴുന്നേൽപ്പിച്ച് ബോധത്തിലേക്ക് വരുത്തി. അതിനെ വേറൊരു കുട്ടിയും കൂടെ കൂട്ടി അതിനെ കോളേജിലേക്ക് പറഞ്ഞയച്ചു. കോളേജിൽ ചെന്നപ്പോഴത്തേനും ഏതാണ്ട് 10 മണിയായി. കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് പനി അങ്ങ് തുടങ്ങി. പനി കൂടുതലായി. സാർമാരോട് പറഞ്ഞു. സാർമാര് അവളെ ഹോസ്പിറ്റലിലേക്ക് നയിച്ചു. മരുന്ന് മേടിച്ചു വേറൊരു കുട്ടിയെ കൂട്ടി തിരിച്ചവളെ വീട്ടിലേക്കും വിട്ടു. അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഈ കുട്ടി പ്രാർത്ഥിക്കാനായിട്ട് വരിക. ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇരുത്തി ബിന്ദു എന്നാണ് അവളുടെ പേര്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു വെളിപാട് വന്നു. അത് ഇങ്ങനെയാണ്: ഒരു പെറ്റിക്കോട്ടിട്ട ഒരു പെൺകുട്ടി, ഏതാണ്ട് ഒരു 4-5 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി വളരെ പെട്ടെന്ന് 2 കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടി കാറിക്കൊണ്ട് വീട്ടിലേക്ക് കയറുന്നു. 2-3 സ്റ്റെപ്പുള്ള വീട്ടിലേക്ക് കയറുന്നത് കാണുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് എന്നൊരു ദർശനം. പക്ഷെ ഞാൻ ആ കുട്ടിയോട് ചോദിക്കാൻ തുടങ്ങി, മോളെ നീ അല്ല എന്തെങ്കിലും കണ്ടിങ്ങനെ പേടിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും മൃഗങ്ങളെ കണ്ട് പേടിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ വളരെ നേരം അവളോട് സംസാരിച്ചു, ഒരറിവുമില്ല. ഏതായാലും ഞാൻ കർത്താവിന്റെ ആത്മാവിനോട് അന്ന് പറയാനിടയായി, കർത്താവ് നീ കാണിച്ചത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കുട്ടിയെ അന്നുണ്ടായ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ആ കുട്ടി തിരിച്ചുപോയി. പിറ്റേ ദിവസം ഒരു മനുഷ്യൻ വീട്ടിൽ കാണാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ അറിയാത്ത മനുഷ്യൻ, എന്താ വന്നേ? അപ്പൊ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാര്യം? അപ്പോഴയാൾ പറയാം, ഇന്നലെ വന്നത് എന്റെ മകളായിരുന്നു. എനിക്ക് വലിയ താല്പര്യമായി. വിളിച്ചു കയറ്റിയെടുത്ത് ചോദിച്ചു അദ്ദേഹത്തോട് എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നലെ ബ്രദർ ചോദിച്ച പോലെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 3 പെൺകുട്ടികൾ, അപ്പനും അമ്മയുള്ള ഒരു കുടുംബം. അപ്പനും അമ്മയും പണിക്ക് പോയി. ആ ചേച്ചിമാരെല്ലാം കൂടെ പുറത്തിരുന്ന് മുറ്റത്തിരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. മണ്ണുകൊണ്ട് അപ്പം ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പണിയ സ്ത്രീ അതിലിറങ്ങി വന്നു. സാധാരണ ഒരു വ്യത്യസ്തമായിട്ട് വഴിയിലൂടെ അവൾ വന്നപ്പോഴത്തേന് ചേച്ചിമാരെല്ലാം കണ്ടപ്പോഴത്തേന് പെരക്കകത്ത് കയറിപ്പോയി. ഈ കൊച്ചു മാത്രം ഇരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത് വന്നപ്പോഴത്തേനും കൊച്ചു കണ്ടപ്പോൾ പേടിച്ചു. പേടിച്ചെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആ കൊച്ചിനെ തലോടാൻ ശ്രമിച്ചു. അപ്പോഴത്തേനും പേടിച്ച് കാറി ഓടിക്കൊണ്ടുപോയി. ഇങ്ങനെ ഒരു സംഭവം അവൾക്കുണ്ടായി. അന്ന് അവൾക്ക് 3 ദിവസം പനിച്ചിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറയുണ്ടായി. സ്നേഹമുള്ളവരെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് സുഖമായോ? അയാൾ പറഞ്ഞു, ഇന്ന് കൊച്ച് ഇതാ കോളേജിലേക്ക് പോയിട്ടുണ്ട്, യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്: സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്കുണ്ടായ ഭയം എന്ന വികാരം, ആ വികാരം ഉണ്ടായത് ഇൻസിഡൻഷ്യൽ അല്ല, മുമ്പുണ്ടായ വികാരത്തിന്റെ പ്രൊജക്ഷൻ ആണെന്ന് മനസ്സിലായി. കാരണം എന്തുകൊണ്ട് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ആ കുട്ടിക്ക് സുഖമായതുകൊണ്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ആ കുട്ടിക്ക് ആ സംഭവം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി എന്നതുകൊണ്ട് ആ കുട്ടിയുടെ ആന്തരിക മുറിവുകളുണ്ടായിരുന്ന ഭയത്തിൽ നിന്ന് അവൾ മോചിതരായി എന്ന് മനസ്സിലായി. അതിനുശേഷം അവളെ അനേകം പേരെ സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണം അവൾ ശുശ്രൂഷയിലേക്ക് ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നാം കാണുക തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 4-ാം അധ്യായം 3-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് സൗഖ്യം നൽകുന്നത്, നമുക്ക് ആന്തരിക വിടുതൽ നൽകുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ വിശുദ്ധീകരണം നടക്കണമെങ്കിൽ ഈ 3 തലങ്ങളിൽ നമുക്ക് വിടുതൽ പ്രാപിക്കണം നാം അറിയുകയാണ്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അതിങ്ങനെയാണ്, ഒരു ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടിയതാണ്. ഞാന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എന്റെ ആദ്യത്തെ ധ്യാനം വയനാട്ടിൽ മാനന്തവാടി വെച്ചിട്ടാണ്. അവിടെ ധ്യാനം കൂടുമ്പോൾ ധ്യാനത്തിന്റെ സമയത്ത്
കൗൺസിലിങ്ങിന്റെ സമയത്ത് എന്നെ കൗൺസിലിംഗ് നടത്തുന്ന ജോസ് കാനാട്ടാണ്. അദ്ദേഹം എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം വെറുതെ പിന്നെ ഇരുന്ന് കണ്ണടച്ചിരുന്നിട്ട് എന്നെ പ്രാർത്ഥിച്ചിട്ടിനോട് ചോദിച്ചു, ജോസ് നിനക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര പേടിയാണോ? സ്നേഹമുള്ളവരെ, ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കാരണം എനിക്ക് ട്രെയിനിൽ കയറാൻ പേടിയാണെന്ന് ഞാൻ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ ആലുവയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ വരാനായപ്പോഴും ഞാൻ ബസ്സിന് റീഫണ്ട് ചെയ്തിട്ട് ബസ്സിന് പോയിട്ടുണ്ട്. കാരണം എനിക്ക് പറയാൻ പേടിയായിരുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ ഞാൻ ഈ ഇദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്ക് ചിന്തിക്കാനിടയായി. വീണ്ടും ഞാൻ കൂടുതൽ അയാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ട്രെയിനിൽ കയറാൻ പേടിയുണ്ടായിരുന്ന എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി. ഇന്ന് ഞാൻ 100 കണക്കിന് പ്രാവശ്യം ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഗോവയിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയെ കിട്ടി. പക്ഷേ ഞാനിവിടെ പറയുക, ആ അന്നുണ്ടായ ഭയത്തിൽ നിന്ന് കർത്താവ് എനിക്ക് മോചനം നൽകാൻ വേണ്ടിയിട്ടാണ് കൗൺസിലിങ്ങിലൂടെ ഈ സംഭവം കൊണ്ടൊന്ന് കാണിച്ചു തരിക. ഈ സംഭവം കാണിച്ചു തന്നുകൊണ്ട് എനിക്ക് വിടുതൽ നൽകി. അതുകൊണ്ട് എനിക്ക് ഭയമില്ലാതെ ട്രെയിനിൽ കയറാനുള്ള ഭയം എനിക്ക് വിട്ടുമാറി എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ 4 പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നതല്ല ഞാൻ. 4 പേരുടെ 3 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേനും പറയുന്നത് വേറൊന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. അത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയിൽ കടന്ന വ്യക്തിയാണ് ഞാൻ. ഇതാ കർത്താവായ യേശുവിനെ അറിഞ്ഞതിന് ശേഷം യേശുവിനോടുള്ള പ്രാർത്ഥനയിലൂടെ കൗൺസിലിങ്ങിലൂടെയൊക്കെ മനസ്സിലായി. കൗൺസിലിംഗ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന വിഷമമുണ്ടായിരുന്നു. സത്യത്തിൽ അതാ എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടാക്കിയത്. കാരണം ഇതായിരുന്നു, അന്ന് നാടകത്തിന് പോയി ഒരു അച്ഛന്റെ വേഷം കിട്ടിയത്. വേഷം കിട്ടിയപ്പോൾ ലോഹ അന്വേഷിച്ചു. എന്റെ അത്രയും പൊക്കമുള്ള ലോഹ കിട്ടിയില്ല. പാൻറ്റാണെ ബെൽ ബോട്ടും, മുട്ടിന് താഴെ ബെൻബോട്ടും ഇങ്ങനെ കിടന്നു. മുട്ടിന് തൊട്ട് താഴെ വരെ ഈ ചുരിദാർ ഇടും പോലെ ലോഹയും കിടന്നു. ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴത്തേന് ആൾക്കാരെല്ലാം കൂടെ ഒറ്റ കുച്ചിരി. അവിടുന്ന് ഞാൻ കരഞ്ഞോണ്ടിറങ്ങിപ്പോകും. അതിനുശേഷം എനിക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് 1000ങ്ങളുടെയും 10,000ങ്ങളുടെയും മുമ്പിൽ നിൽക്കാനായിട്ട് എന്റെ ദൈവമായ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. ഇത് ആന്തരിക സൗഖ്യത്തിലൂടെയാണ് ലഭിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മളെ സരളഹൃദയനാണ് സൃഷ്ടിച്ചത്. സഭാപ്രസംഗന്റെ പുസ്തകം 7:29. ദൈവം നമ്മളെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടികളാണ്. പലപ്പോഴും നമ്മുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആന്തരിക മുറിവുകൾ സംഭവിക്കാം. മറ്റുള്ളവരിൽ നിന്ന് കിട്ടാം, സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടാം, ഒത്തിരിയേറെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ആന്തരിക മുറിവുകൾ ഉണ്ടാവാം. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ദൈവം നമ്മെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ദൈവം നമ്മളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും ഭരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുക. അപ്പം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ നീതിയിലും വിശുദ്ധിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണ്. ഇത് കഴിയാത്തതിന് കാരണം എന്താണ്? ഇന്ന് ലോകം നമ്മളെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒരു കാരണം പാപമാണ്. രണ്ടാമത്തെ കാരണം ആന്തരിക മുറിവുകൾ തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് ഭയമാണ്. പലതിനും ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ കാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലർക്ക് അപകർഷാബോധമാണ്. അപകർഷാബോധമുള്ള വ്യക്തിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് വിഷമമായി വരും. സ്നേഹമുള്ളവരെ, ഇവിടെ നാം വീണ്ടും കാണുകയാണ്, നമ്മളിന്ന് ഇപ്പോൾ ഈ ആന്തരിക സൗഖ്യം ആന്തരിക സൗഖ്യത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചില ആന്തരിക മുറിവുകൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡൈവേർട്ട് ചെയ്ത് കളയും, വ്യക്തിത്വത്തെ വൈകല്യത്തിലേക്ക് നയിച്ചോളയും. ചില ആന്തരിക മുറിവുകൾ. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കല് ഒരു ഹസ്ബൻഡും വൈഫും കൂടെ, ഭർത്താവും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവർ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള അടിയാണ് കൂടുതൽ നടക്കുക. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കത്തില്ല. ഭാര്യ പറയുന്നത് ഭാര്യ നല്ല കാര്യം പറഞ്ഞാൽ അത് ഭർത്താവ് കേൾക്കത്തില്ല, വിധേയപ്പെടത്തില്ല, അല്ലെങ്കിൽ അതുപോലെ ചെയ്യത്തില്ല. നല്ല കാര്യം പറഞ്ഞാലും കേൾക്കില്ല, എന്നെ പറഞ്ഞാലും കേൾക്കത്തില്ലാത്ത അവസ്ഥ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടയായപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ്. അവരുടെ ഫോർമേഷൻ പീരീഡിൽ എന്ന് പറഞ്ഞാൽ, ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വ്യക്തിയുടെ മനസ്സ് രൂപപ്പെടുന്നത് ഏതാണ്ട് 8 വയസ്സിന് മുമ്പാണ്. പിന്നീട് തിക്താനുഭവങ്ങളിലൂടെ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാലും സമ്പൂർണ്ണ മാറ്റം സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവത്തിന്റെ യേശുക്രിസ്തു സുഖപ്പെടുത്തണം, എങ്കിലേ മാറത്തുള്ളൂ. അപ്പോൾ ഈ 8 വയസ്സിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലുണ്ടാവുന്ന തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡൈവേർട്ട് ചെയ്തെന്ന് മനസ്സിലായ കാരണം ഇതാണ്. ഇവർ തമ്മിൽ അടിയുണ്ടാവാൻ കാരണം ഇവർ രണ്ട് കുടുംബത്തിൽ ജനിച്ചവരാണ്. അവരുടെ 2 സംസ്കാരം രണ്ടാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പറയാം, ഈ സ്ത്രീ, ഈ ഭാര്യ 3 പെൺമക്കളുള്ളൊരു വീട്ടിലെ അംഗമാണ്. ഇവരുടെ അപ്പൻ ഒരു സർവീസ് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്.
ഇവള് മൂത്ത പെൺകുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും ഈ അപ്പന് വീട്ടിൽ വന്ന് ഈ പെൺകുട്ടിയോട് ആലോചിച്ച കാര്യങ്ങൾ, ഇവരോട് എല്ലാവരോടും കൂടി ആലോചിച്ച കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവള് അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പൊ അതിന് അവൾക്ക് കാര്യങ്ങളെല്ലാം പറയാനും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും അറിയാനുള്ള താല്പര്യം അവളുടെ നിലനിൽക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ച് ഈ ഹസ്ബൻഡ്, ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ, രണ്ടുപേരും ടീച്ചേഴ്സ്. ഈ ഭർത്താവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുഞ്ഞുനാള് വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് അപ്പനൊരു കർശന സ്വഭാവക്കാരനായിരുന്നു. ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ അപ്പൻ ജനൽ കമ്പിയിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടിട്ട് അടിച്ചിട്ടുണ്ടെന്ന്. എന്തിനെന്നറിയുമോ? ആരോ ചെയ്ത തെറ്റിന് എന്ന് പറയാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ആരോ കല്ലെടുത്ത് ആരോ വീടിനെറിഞ്ഞു, എന്നിട്ട് ആ ഓട് പൊട്ടി. ഇവൻ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് ഇവനാണെന്ന് ആരോപിക്കപ്പെട്ടു. അപ്പൻ ഇവനെ പിടിച്ച് ജനലെ കെട്ടിയിട്ട് അടിച്ചു കളഞ്ഞു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി രൂപപ്പെട്ട സമയത്ത് ആ വ്യക്തിയിൽ നിർബന്ധ വ്യക്തിത്വം രൂപപ്പെട്ടു. നിർബന്ധ വ്യക്തിത്വം, കണിച്ച സ്വഭാവക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാനങ്ങോട്ട് പറയും, നീ അനുസരിച്ചോണം, പിന്നെ നോ ക്വസ്റ്റ്യൻ, പിന്നെ യാതൊരു ചോദ്യമില്ല, ഞാൻ പറയുന്നത് നീ അനുസരിച്ചോണം. അപ്പോൾ നിർബന്ധ വ്യക്തിത്വത്തിലേക്ക് എത്തിയ വ്യക്തിയും എല്ലാ കാര്യങ്ങളും ചോദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഈ ഭാര്യയും ഇവരുടെ രണ്ടുപേരും കൂടെ മനസ്സ് ഒരിക്കലും ചേരാതായി. അവരോട് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം ഇങ്ങനെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി രൂപപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആന്തരിക ക്ഷതങ്ങളാണ്, മാനസിക ക്ഷതങ്ങളാണ്, അല്ലെ കാഴ്ചപ്പാടിലുള്ള മാറ്റമാണ് നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്. അവര് സന്തോഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് സന്തോഷമായിട്ട് പോയി. പിന്നീട് അവരിപ്പോ 3 കുട്ടികളോട് വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക മുറിവുകൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തെ വൈകല്യത്തിലേക്ക് നയിക്കും. മാത്രമല്ല ചില സംഭവങ്ങൾ, അജ്ഞത, ചില അറിവില്ലായ്മ, തെറ്റായ അറിവുകൾ നമ്മൾ ആന്തരിക മുറിവിലേക്ക് നയിച്ച് മാരകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കുമല്ല, പലർക്കും. ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അതിങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ധ്യാനത്തിന് സഹായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനോട് ചോദിച്ചു, നിങ്ങളുടെ വിവാഹബന്ധത്തിൽ എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു ഡൈവോഴ്സായി. ഡൈവോഴ്സ് ആവാൻ കാരണം അന്വേഷിച്ചപ്പോൾ അവള് പറഞ്ഞു അദ്ദേഹം ഭയങ്കര കുടിയനാണ്, അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്തിരുന്നാലും സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് അറിയുമോ? ഈ ഭാര്യ ഭർത്താവിനോടുള്ള ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിൽ സന്നദ്ധയല്ല. ഒറ്റ കാരണം +2 പഠിപ്പിക്കുന്ന ടീച്ചർ അത്. പക്ഷേ ഭർത്താവിനോട് ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിന് സമ്മതിക്കുന്നില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം കൂടിയെന്ന് മാത്രമല്ല പെരും കുടിയനായി അവസാനം അയാൾ ഡൈവോഴ്സ് എത്തി. തൃശ്ശൂർക്കാരനായിരുന്നു അദ്ദേഹം. ഇവരോട് ഞാൻ കാര്യം ചോദിച്ചു, എന്താ സംഭവിച്ച കാര്യം ഇത് മാത്രമായിരുന്നു. ഇവളുടെ കുഞ്ഞുനാളിൽ ഇവളുടെ ഒരു കസിൻ ഇവളെ മാരകമായി ബലാത്സംഗം ചെയ്തു. ഈ ബലാത്സംഗം ചെയ്ത സംഭവം അവളുടെ മനസ്സിൽ മഹാക്ഷതമായി. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് സംഭവിച്ചു? അവള് സെക്സിനെ വെറുത്തു, മാരകമായിട്ട് വെറുത്തത് കൊണ്ട് ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമാനുഷ്ഠാനം പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇവളുടെ മനസ്സ് അത്രമാത്രം വെറുപ്പിലായി തീർന്നു. സ്നേഹമുള്ളവരെ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ കുടുംബം ഡൈവോഴ്സായി. വീണ്ടും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി. ഈ കഴിഞ്ഞ നാളിൽ വയനാട്ടിൽ വന്ന് ജോലിയിൽ വന്നു. അതിനുശേഷം ഇപ്പോൾ 1.5 വർഷത്തോളമായി വേറൊരു വിവാഹം കഴിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ഭർത്താവിനെ പോയി ചോദിക്കണമെന്ന്. അയാൾ സമ്മതിച്ചില്ല, അയാൾ പറ്റുകയെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് കല്യാണം കഴിച്ചപ്പോൾ ഒരു ജീവിക്കുകയാണ്. തെറ്റായ അറിവിലൂടെ ഉണ്ടാകുന്ന ആന്തരിക മുറിവുകൾ അത് ജീവിതത്തെ മാരകമായിട്ട് ബാധിക്കുന്നതായിട്ട് നാം കാണുകയാണ്. വീണ്ടും അപവാദങ്ങൾ. കഴിഞ്ഞ നാളിൽ ഒരു സംഭവം, പെട്ടെന്ന് സംഭവത്തിലൂടെയാണ് കാര്യം മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെ പറയുക. ഒരിക്കൽ ഇവിടെ അടുത്തുള്ള ഒരാൾ, അദ്ദേഹത്തിനൊരു കേസുണ്ടായി. കേസ് എന്താണെന്നറിയോ? ആദിവാസിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. സത്യത്തിൽ ഈ മനുഷ്യൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ഈ കേസ് കോടതി ചെന്നിട്ട് ഇദ്ദേഹം കോടതി പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചു വന്നപ്പോഴത്തേനും മനസ്സിലാവുന്നത് ഇദ്ദേഹം അല്ല അത് ചെയ്തത്, പക്ഷെ ഇദ്ദേഹത്തിന്റെ പേരിലായി തീർന്നു. സംഭവിച്ച കാര്യം എന്തെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ സെക്ഷ്വൽ എബിലിറ്റി നഷ്ടപ്പെട്ടു. ഞങ്ങളൊരു ഈ അപവാദം കേട്ടിട്ട് ഈ മനുഷ്യനുണ്ടായ ജീവിതത്തിലുണ്ടായ വലിയ തകർച്ചയായി തീർന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ അവിടേക്ക് ചെന്ന് ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ചെന്ന് അദ്ദേഹത്തെ സുഖപ്പെടുത്തിയപ്പോൾ ഇന്ന് അദ്ദേഹം സുഖമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റൊരു വികാരമാണ്, ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകുന്ന വികാരമാണ് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരിക്കൽ സംഭവം. സ്മിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. 10ാം ക്ലാസ്സിൽ തോറ്റു. അവൾക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നീട് അവൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പറ്റാതായിപ്പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു പോയി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് നിന്റെ പഠനത്തെക്കുറിച്ച് തന്നെ നിനക്ക് ഇത്ര വിഷമം എന്നാണ് ആദ്യം അവളോട് ചോദിച്ചത്. സ്നേഹമുള്ള ഒരാൾ അവിടെ ഇരുന്ന് ഏതാണ്ട് 20 മിനിറ്റോളം ഒരു വാക്കും ഇണ്ടാകുന്ന കരഞ്ഞു. സ്നേഹമുള്ളവർ അതിനുശേഷം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് 1-2 പ്രാവശ്യം കൊണ്ട് പ്രാർത്ഥിച്ചു. ഇന്ന് അവള് ഒരു പഞ്ചായത്തിൽ ജോലിക്കാരത്തിയാണ്. എന്നാൽ വീണ്ടും അവൾ പോയി ഡിഗ്രി പഠിച്ചു, എഴുതി ഡിഗ്രി എടുത്തു. അവൾ എന്നിട്ട് ഒരു ജോലിക്കാരിയായി മാറി. സ്നേഹമുള്ളവർ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ തെറ്റായ അറിവുകൾ, അതുപോലെ തന്നെ അപവാദങ്ങൾ, അതുപോലെ തന്നെ അപകർഷബോധം, ലജ്ജ, ദുഃഖം, ഭയം, ഇവയെല്ലാം നമ്മുടെ ആന്തരിക മുറിവായിട്ട് നമ്മൾ നിൽക്കുന്നെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. സ്നേഹമുള്ളവരെ, വീണ്ടും ഞാൻ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ നാളില് ഒരു സ്ഥലത്ത് ധ്യാനത്തിന് സഹായിക്കാനായിട്ട് പോയതാ. ധ്യാനത്തിന് സഹായിക്കാനായിട്ട് പോയിട്ട് അവിടെ ഒരു വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോൾ അവർക്ക് 3 കുട്ടികളുള്ള പെൺകുട്ടികൾ. അപ്പൊ ആ നടുക്കത്തെ കുട്ടിക്ക് ആകെ പ്രശ്നം, അവൾക്ക് ആകെ പേടി, ഭയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. അപ്പൊ എന്തിനാ കൂടുതൽ പേടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം ടോയ്സിനെയാണെന്ന്. എന്നിട്ട് അവിടെയുള്ള ടോയ്സ് ഒക്കെ എടുത്ത് അവർ മുകളിൽ താഴെയെങ്കിലും ഇല്ല, പുറത്ത് മുകളിലൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇവർക്ക് ഇങ്ങനെ ടോയ്സിനെ പേടിയിടാൻ കാരണം? സ്നേഹമുള്ളവരെ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല ബ്രദറെ, കുറെ പ്രാർത്ഥിച്ചു പക്ഷെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞത് അമ്മയും കൂടി പ്രാർത്ഥിക്കാനാണ്. അമ്മയും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് സംഭവം ഇതാണ്. തൊട്ടു മുമ്പുള്ള കൊച്ചിനെ ഇവർ അബോർട്ട് ചെയ്തതാണ്. തൊട്ടു മുമ്പുള്ള കൊച്ചിനെ അബോർട്ട് ചെയ്തിട്ട് വീണ്ടും ആ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കാതായി. ആ കുഞ്ഞിനുണ്ടായിരുന്ന ഗർഭപാത്രത്തിന്റെ വൈകാരികമായ ചലനങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും കൊണ്ട് ഈ കൊച്ചിന് ഭയം അന്നേരം തന്നെ ഉണ്ടായി. ഞങ്ങളൊരു പറയാൻ കാരണം ഇതാണ്, അവിടുന്ന് പിറ്റേ ദിവസം പോരുന്നതിന് മുമ്പേ ആ കൊച്ചു ടോയ്സ് എടുത്ത് കളിക്കുന്നതും ഓടി നടക്കുന്നതും കണ്ടാച്ചാൻ വന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതൽ അവിടെ കാണാൻ പറ്റിയതുകൊണ്ടാണ് ഇത് ശരിയാണെന്ന് പറയാ. അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. ദൈവത്തിന് അത്ഭുതകരമായ വിടുതൽ കാണാനായിട്ട് കഴിഞ്ഞതുകൊണ്ട് നമുക്കത് ശരിയാണെന്ന് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ പഠിക്കുന്നില്ല. ചില കുട്ടികളെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എത്രയോ പേരെ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെ, ഈ കുട്ടികളെ കുഞ്ഞുനാൾ കഠിനമായി ശിക്ഷിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവണം. ഞാൻ ഓർക്കുന്നു എന്റെ തന്നെ സ്ഥിതി. ഞാൻ 10ാം ക്ലാസ്സാണ് എന്റെ യോഗ്യത ഇപ്പോഴും. അപ്പോൾ പഠിക്കാനായിട്ട് ഞാൻ വീട്ടിലെ മൂത്ത ആണാണ്. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് എന്റെ അപ്പനും അമ്മ വലിയ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പുന്നക്കൽ എന്റെ വീടിനടുത്തുനിന്ന് വഴിക്കടവ് ആദ്യ സ്കൂൾ ഉണ്ടായിരുന്നു. അതിന്റെ പകുതി സ്ഥലത്തോളം ഞാൻ സ്കൂളിൽ പോകാൻ മടിയായിട്ട് എന്നെ അപ്പൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വഴി കൂടെ. അങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ട് പകുതി വഴിക്കലത്തിൽ ഒരു പാപ്പൻ ഒരു ചേട്ടൻ പിടിച്ചു മാറ്റിയിട്ട് പഞ്ചായത്ത് പറഞ്ഞു കൊണ്ടുപോയത്. സ്നേഹമുള്ളവരെ, അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചറിയും, ആ സമയത്ത് എനിക്ക് പഠനത്തോട് മാരകമായി വെറുപ്പൊന്നുള്ള സത്യം. എനിക്ക് പഠിക്കുന്ന താല്പര്യമില്ലാതെ പോയി. കാരണം അത് എന്റെ ഈ ശിക്ഷ എനിക്കൊരു അംഗീകരിക്കാൻ പറ്റാതായി പോയി. അതുകൊണ്ട് പഠിച്ചു വരാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. സ്നേഹമുള്ളവർ, ഞാനിത് പറഞ്ഞു വരുന്നത് കുഞ്ഞുനാളുണ്ടായിരുന്ന കഠിനമായ ശിക്ഷണം, ഭയം, അപകടങ്ങള്, ഓരോ ഇൻസിഡൻസും നമ്മളെ എത്രമാത്രം നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കാനാണ്. എന്നാൽ ഈ അടിമത്തത്തിന്റെ എല്ലാ ഭാരങ്ങളിൽ നിന്നും വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. അടിമത്തത്തിൽ മോചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നെന്നാണ് ലൂക്ക 4:18 നാം വായിച്ചെത്തിയത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ? ഈ യേശുക്രിസ്തു മോചിപ്പിക്കാൻ വന്നെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കൊണ്ടിരുന്നിട്ട് നിനക്ക് സൗഖ്യം കിട്ടുന്നില്ല. നിനക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ നീ വിശ്വസിക്കണം യേശു ഇപ്പോഴും ജീവിക്കുന്നവനാണെന്ന്. അതുകൊണ്ട് നമ്മൾ ഒരു ചിന്തയിലേക്ക് കിടക്കുകയാണ്. യേശു എങ്ങനെയാണ് ഈ ആന്തരിക സൗഖ്യം നൽകുക? ഏത് തലത്തിലാണ്? പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ടാണ് നമ്മൾ സുഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, വളരെ വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ഈ ആന്തരിക മുറിവുകൾ കാണിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. പലതും കുറേയൊക്കെ അറിയാം, പലതും അറിയത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ആന്തരിക മുറിവുകൾ കാണിച്ചു തരുമ്പോൾ ഈശോ നമ്മളെ സുഖപ്പെടുത്തുന്നത്, ഈശോ സുഖപ്പെടുന്നത് ഇപ്പോഴാണെന്ന് പറയുമ്പോൾ അതോട് ചേർന്ന് 2 വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിതാണ് വിശുദ്ധ പത്രോസിന്റെ ലേഖനം, 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം. പത്രോസിന്റെ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയാണ് എന്ന് പറഞ്ഞാല് ഞാൻ വീണ്ടും ഓടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് 24-ാം വാക്യം തന്നെ ഓർമ്മ. ഈശോ തന്നെ യേശുക്രിസ്തു വെളിപ്പെടുത്തി, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവായതുകൊണ്ട് ആത്മാവിന് സ്ഥലവും സമയവും ഇല്ല. അതുകൊണ്ട് ദൈവം ആത്മാവാണെന്ന് വെളിപ്പെടുത്തി. ഈ ആത്മാവായ ദൈവം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇപ്പം എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഏതാണ്ട് 58 വയസ്സായി, 58 ഇയേഴ്സ്. പക്ഷെ ദൈവത്തിന് മുമ്പ് എനിക്ക് 58 വയസ്സെന്ന് പറയാൻ പറ്റത്തില്ല.
കാരണം എനിക്ക് ഈ ഫ്ലഷ് ഉള്ളതുകൊണ്ടാണ്, എന്റെ ശരീരം ഉള്ളതുകൊണ്ടാണ്, ഞാൻ ജീവനുള്ളൊരു വ്യക്തി ആയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് 58 വയസ്സായെന്ന് പറയാൻ പറ്റുന്നത്. ദൈവത്തിന് എത്ര വയസ്സായെന്ന് പറയാൻ പറ്റുമായിരിക്കും? ഇപ്പോൾ 2000 എന്ന് പറയാൻ പറ്റുമോ? 2015 എന്ന് പറയാൻ പറ്റുമായിരിക്കുമോ? ഒരിക്കലും ഇല്ല. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്, നീ നിന്റെ ആന്തരിക മുറിവുകൾ പരിശുദ്ധാത്മാവിന് കാണിച്ചെന്നാല് ഈ ആന്തരിക മുറിവുകൾ നീ ഈശോയെ വിളിക്കുമ്പോൾ ഈശോ പതുക്കെ എങ്ങുന്നോ കടന്നു വരാൻ നീ ധരിക്കരുത്. നീ വിശ്വസിക്കണം. ഇപ്പം നിന്റെ അടുത്ത്, അഥവാ അല്ല, 1 യോഹന്നാൻ 4:4 പറയുന്നു, യേശുക്രിസ്തു നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിൽ അവനുണ്ട്, നിന്റെ ഒപ്പമുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക് ഇന്നാളത്തേക്ക് പോയിട്ട് സുഖപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഇപ്പൊ സുഖപ്പെടുത്താൻ പറ്റും. ഇത് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലുതേറെ മരുത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില മുറിവുകള് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സംഭവിക്കുന്നവയുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തില് 12-ാം തിരുവചനത്തില് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കൊച്ചിനെ കുറിച്ച് ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഹാഗാറിന്റെ ഉദരത്തിൽ കിടന്ന കൊച്ചിനെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, അവൻ കാട്ടുകഴുതക്കൊത്ത മനുഷ്യനായിരിക്കും. കാട്ടുകഴുതക്കൊത്ത മനുഷ്യനായിരിക്കും. അവന്റെ കൈ അവന്റെ സഹോദരങ്ങൾക്കെതിരായിരിക്കും എല്ലാ കാലവും. സ്നേഹമുള്ളവർ, ഇവിടെ നമുക്ക് കാണുക, കാട്ടുകഴുതയ്ക്കായിരുന്ന മനുഷ്യനായിരിക്കും എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണെന്നറിയോ? അബ്രാഹത്തിന്റെ ഭാര്യ സാറായുടെ ദാസി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ മകൻ ഇസ്മായിലിന്റെ ആള്. സ്നേഹമുള്ളവര്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ഇസ്മായിൽ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനാകുമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ വളരെ വിശദമായി നമുക്ക് പഠിക്കണം ഹാഗാറിന്റെ അവസ്ഥ. ഹാഗാർ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേനും ഹാഗാറിന് ലേശം പവർ വന്നു. പക്ഷെ അത് സാറായുടെ അടുത്ത് പറഞ്ഞപ്പോൾ സാറായി അബ്രാഹത്തോട് പരാതി പറഞ്ഞു. അബ്രാഹം പറഞ്ഞത്, ഇപ്പോഴും അവള് നിന്റെ ദാസി തന്നെയാ, നീ നിന്റെ ഇഷ്ടം പോലെ ചെല്ലാൻ പറഞ്ഞു. പിന്നീട് സാറ അവളോട് വളരെ പരുഷമായിട്ട് പെരുമാറുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുക. അതിനിടയ്ക്ക് ഹാഗാർ ഇറങ്ങി ഒളിച്ചോടുക. ഈ ഓടുന്ന വഴിക്കാണ് ഓടിപ്പോയി പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കുടുങ്ങിയപ്പോഴാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുക. സ്നേഹമുള്ളവരെ, ഇവിടെ നാം കാണുക, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അമ്മയ്ക്കുണ്ടാവുന്ന വിചാരങ്ങൾ പോലും ഒരു കുഞ്ഞിന്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു എന്നതാണ് ഞാൻ ഓർക്കുന്ന ഒരു സംഭവത്തിലൂടെ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ബഥാനിയയിലെ ധ്യാനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു സഹോദരി, ആ സഹോദരി എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ആള്, അവള് പറയാ, എന്റെ കൊച്ചിന് അലർജിയാണ്. എന്താ അലർജി? മീറ്റ്, ഇറച്ചി. സ്നേഹമുള്ളവരെ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായതാണ്, ഈ സഹോദരിക്ക് ഈ കുട്ടിയെ ഗർഭിണിയായിരുന്ന സാഹചര്യത്തില് അമ്മായിയുമായിട്ടുണ്ടായിട്ട് ഒരു ഒറ്റ വഴക്കാണ് ഈ കൊച്ചിന് അലർജി വരാനുള്ളതായിരുന്നു. ഇങ്ങനെ പറയാൻ കാരണം ഈ കൊച്ചിന്റെ അലർജി മാറിയതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് സംഭവം. അമ്മായിമ്മ ഒരു ദിവസം ഇറച്ചിക്കറി ഇറച്ചി മേടിച്ചു കൊടുത്തു. അത് അവിടെ വെച്ച് അമ്മായിമ്മ ഇവിടെ മകളുടെ വീട്ടിൽ പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മായിമ്മ ആദ്യം പോയി നോക്കിയത് ഉറിയലാണ്. അപ്പൊ കറി അതിന് ഒരു തവിയിട്ട് കോരിയുടെ പാടം അവിടെ കിടപ്പുണ്ട്. അപ്പൊ അമ്മായിമ്മ സ്വാഭാവികമായിട്ട് എന്താ പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. എടി, നീ അതിരുന്ന് കട്ട് നിന്നതല്ല എന്ന് ചോദിച്ചാൽ അവളെ മാരകമായിട്ട് പീഡിപ്പിച്ചു. സത്യത്തിൽ സംഭവിച്ചെന്ന് അറിയാം, ഇവളുടെ ഭർത്താവ് വന്നപ്പോൾ എടുത്തു കൊടുത്തതാ. സംഗതി ശരി, അത് അമ്മായിമ്മ സമ്മതിക്കല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ അവർ കഴിഞ്ഞു. പിന്നീട് അവള് വർഷങ്ങളോളം ഇറച്ചി കഴിക്കാതെ കഴിഞ്ഞു. അന്ന് അവളുടെ ഉദരത്തിലായിരുന്ന ആ കൊച്ച് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ലാതെ അവന്. സ്നേഹമുള്ള, ഇറച്ചി കഴിക്കുമ്പോൾ ശരീരം മുഴുവൻ തടിച്ചു പൊന്തി വരിക. ഇതിനുശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ദിവസം സംഭവിച്ചു. അവൻ കോഴിക്കോട് ഐ ടി ഐയിൽ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം കൂട്ടുകാരടുത്ത് ഒരു ഹോട്ടലിൽ പോയി. അപ്പൊ എല്ലാവരും ഇറച്ചി തിന്നു, ഇവനും തിന്നു പറയും. അന്ന് വൈകുന്നേരം വന്ന് അമ്മച്ചോട് പറഞ്ഞു, അമ്മ ഇന്ന് ഒരു അത്ഭുതം നടന്ന ഒരു പാപവും ചെയ്തു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനിന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചി കഴിച്ചു, പക്ഷെ ഇറച്ചി കഴിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല. സ്നേഹമുള്ളവർ, ഇതാ ഈ അമ്മായിമ്മയോട് നിരുപാധികം ക്ഷമിച്ച്, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മായിമ്മയോട് നിരുപാധികം ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ അമ്മയുടെ ഉദരത്തിലൂടെ ഒരു ആയിരുന്നപ്പോൾ ഉണ്ടായ അലർജി രോഗം, മകന്റെ അലർജി രോഗം കർത്താവ് മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിന് സമയമില്ലാന്ന് സഹോദരി നീ നിർബന്ധമായിട്ട് വിശ്വസിച്ചേ പറ്റുള്ളൂ. അകലെ അങ്ങേ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നിന്റെ അടുക്ക, നിന്നോടൊപ്പം നിന്നെ കാണുന്ന, നിന്നെ കേൾക്കുന്ന, നിന്നെ അറിയുന്ന, നിന്റെ വിചാരങ്ങൾ അറിയുന്ന ദൈവത്തെ കാണുമ്പോഴേ നിനക്ക് ആന്തരിക സൗഖ്യത്തിലേക്ക് പെട്ടെന്ന് കയറാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വലതുകരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതോടൊപ്പം തന്നെ ആന്തരിക മുറിവുകൾ നമ്മളെ രോഗത്തിലേക്ക് നയിക്കാം. ഒരു ഹൈന്ദവ സഹോദരി ശോഭന എന്നവളുടെ പേര്. അവളൊരിക്കൽ എന്നോടൊന്ന് പറഞ്ഞു, എനിക്ക് എന്നെ ഒരു ധ്യാനത്തിനുണ്ടോ? ഞാൻ പറഞ്ഞു, കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞു. പോട്ടാശ്രമത്തിൽ ധ്യാനത്തിനുണ്ട്. ധ്യാനത്തിന് പോകുമ്പോൾ അവളുടെ പ്രശ്നം ഇതാണ്, ഒരു 17 കൊല്ലമായിട്ട് അരയിൽ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അരയിൽ ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അവൾ ധ്യാനത്തിന് പോയി. ധ്യാനം കഴിഞ്ഞവള്, ഞാൻ ഇന്നും ഇച്ചിരി മലയിൽ താമസിച്ചു, അവിടെ കയറി വന്നു. അപ്പം ഞാൻ ചോദിച്ചാ, എന്താ ശോഭന നീ ഈ മല കയറിയെന്ന്? അപ്പം അവള് പറയുകയാണ്, ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം ഇതാ കൗൺസിലിംഗിന് ശേഷം എന്റെ അരയിലുള്ള ബെൽറ്റ് അഴിച്ച് മാറ്റി. ഇന്നലെ വരെ അവളത് കെട്ടിയിട്ടില്ല. ഹല്ലേലൂയ. എന്താ സംഭവം എന്നറിയോ? അവള് കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ ഒരു കസിൻ അവളെ ദുരുപയോഗിച്ച വെറുപ്പ് അവളുടെ മനസ്സിൽ കിടന്ന ഒറ്റ കാരണം. ഇത് കൗൺസിലിംഗിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ ആ മനുഷ്യനോട് ക്ഷമിക്കാൻ തയ്യാറായി. നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ കർത്താവ് അവളുടെ ബെൽറ്റ് അഴിച്ചു മാറ്റിയിട്ട് ഇതാ ഇന്ന് ഏതാണ്ട് ഒരു 13 വർഷമെങ്കിലും ആയി. പിന്നീട് ആ ബെൽറ്റ് അവൾക്ക് കെട്ടേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാനിവിടെ ചിന്തിക്കുക, പല വിധത്തിലുള്ള വികാരങ്ങള്, ദുഃഖം, ഭയം, ലജ്ജ, നിരാശ, അപകർഷബോധം, ഉത്കണ്ഠ തുടങ്ങിയിട്ടുള്ള വികാരങ്ങള്, ഈ വികാരങ്ങളിലെ ഏതെങ്കിലും നമ്മുടെ വൈകാരിക ക്ഷതങ്ങളിലൂടെ നമുക്ക് സംഭവിച്ചതും ഇന്ന് നമ്മുടെ അബോധ മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്നതുമാണെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റാം. അതോടൊപ്പം നമുക്ക് നന്മ പ്രവർത്തിക്കാൻ പറ്റാതാവാം. നന്മ ഇച്ഛിക്കാൻ പറ്റും. റോമലേഖനം 7:15 ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് പറയാൻ കാരണം ഇതാണ്. നന്മ ആഗ്രഹിക്കാൻ വഴി, പക്ഷെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാണ്, ഈ ആന്തരിക മുറി നിൽക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, സുഖപ്പെടുത്തുന്നവനായ കർത്താവ്, ജീവിക്കുന്ന ദൈവമായ കർത്താവ്, ഈ അണ്ടകടാകത്തിന്റെ സൃഷ്ടാവായ പിതാവായ ദൈവത്തെ പരിപൂർണമായി ഈ ലോകത്തിൽ എനിക്ക് നിനക്കും വെളിപ്പെടുത്തുന്നത് ദൈവം തന്നെ പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏത് വിധത്തിലുള്ള അടിച്ചമർത്തലാണെങ്കിലും, നീ തന്നെ നിന്റെ വികാരങ്ങളിൽ അടിച്ചമർത്തിയിരിക്കുന്നതാണെങ്കിലും, നീ അറിയാതെ അടിച്ചമർത്തിയിരിക്കുന്നതാണെങ്കിലും, നിന്റെ ബോധ മനസ്സിനും ഉപബോധ മനസ്സിനും അബോധ മനസ്സിനും സൗഖ്യം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വന്നിരിക്കുന്നത് നിനക്ക് വിടുതൽ നൽകാനാണ്. ഹല്ലേലൂയ. റോമ 8:31 നീ വായിക്കും, സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു ക്ഷണം കണ്ണടയ്ക്കണം. നമ്മൾ 2 മിനിറ്റ് പ്രാർത്ഥിക്കും. കരങ്ങളൊന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നിരുപാധികം ക്ഷമിക്കാതെ കർത്താവിന്റെ സൗഖ്യം പ്രതീക്ഷിക്കരുത് എന്ന് സ്നേഹപരിസരം പാദം വണങ്ങി അപേക്ഷിക്കുകയാണ്. നിരുപാധികം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ 4 തലങ്ങളിൽ നീ ക്ഷമിച്ചിരിക്കണം. 1, നീ നിന്നോട് തന്നെ ക്ഷമിച്ചിരിക്കണം. 2, നീ ദൈവത്തോട് ക്ഷമിച്ചിരിക്കണം. 3, നീ സാഹചര്യത്തോട് ക്ഷമിച്ചിരിക്കണം. 4, നീ നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിച്ചിരിക്കണം. ഈ 4 തലങ്ങളിൽ ക്ഷമ സംഭവിക്കാതെ നീ ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമേ അല്ല. നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ തെറ്റുകൾ ക്ഷമിക്കത്തില്ല. പരിപൂർണ ക്ഷമയിലൂടെയാണ് ആന്തരിക സൗഖ്യം നമ്മളിലേക്ക് വരിക. ആന്തരിക സൗഖ്യം വരുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമ്മൾ നിറയുക. വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്റെ കൗൺസിലിംഗ് കോഴ്സിൽ എന്റെ അപ്പനോട് നിരുപാധികം ക്ഷമിച്ച് അപ്പനെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി ഈശോയുടെ കുരിശിന്റെ മുകളിൽ കണ്ണീര് വീഴ്ചതിന് ശേഷമാണ് ഒരു ദർശനത്തിലേക്ക്, ഒരു വിഷനിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിച്ചുള്ളൂ. സ്നേഹമുള്ളവരെ, വളരെ പ്രത്യേകമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നിരുപാധിക ക്ഷമ ആവശ്യമാണ്. ഒന്ന് കണ്ണുകൾ അടച്ച് പരിശോധിക്കാം. എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? എന്നോട് തന്നെ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് സ്ഥാനമില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അതില്ല ഇതില്ല. ദൈവം എന്നാൽ എന്തെങ്കിലും ദൈവത്തോട് വെറുപ്പുണ്ടോ? സാഹചര്യത്തോട് വെറുക്കുന്നുണ്ടോ? അതോ ഒരു നിമിഷം പരിശോധിക്കാം. നമ്മെ കണ്ണുകൾ അടച്ച് പരിശോധിക്കുക. യേശുവിന്റെ നാമത്തിൽ ക്ഷമിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുക. 4 തലങ്ങളിൽ എന്റെ ബോധ മനസ്സിനെ അബോധ മനസ്സിനെ ദൈവതൃക്കരങ്ങളിലേക്ക് ഉയർത്തുക. കർത്താവെ, നിനക്ക് സമയമില്ല, സ്ഥലവുമില്ല. ഓൾ ടൈംസ് ആർ നൗ ഇൻ ഫ്രണ്ട് ഓഫ് ലോർഡ്. കർത്താവെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് ഞാനാണ്, പക്ഷെ നിനക്കത് കഴിഞ്ഞ കാലഘട്ടങ്ങളല്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ ബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും നിന്റെ മുറിവേറ്റ കരങ്ങളുടെ സ്പർശനത്താൽ കർത്താവിനെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കട്ടെ.
തീത്തോസ് 2:14 ഇപ്രകാരം പറയുന്നു, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. അവന്റെ ബലി വൃഥാവിലല്ല. റോമ 8:11 പറയുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിവർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ പുതുജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. ഹെബ്രായർ 9:14 നിത്യാത്മാവ് മൂലം തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ അമൂല്യ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണങ്ങളെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. അവന്റെ തിരുരക്തം നിന്നെ വിടുവിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഭാഷാവരമുള്ള ഒരു ഭാഷാവർത്തി പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ സാന്നിധ്യം പറയട്ടെ. വിടുതലിന്റെ ആത്മാവേ, ശക്തിയുടെ ദൈവമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ലെന്ന് അരുൾ ചെയ്തതുമേ. യോഹന്നാൻ 13:8 ഞങ്ങൾ ഓരോരുത്തരെയും തിരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Anoint us, Lord Jesus. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ഗാനത്തോട് ചേർത്ത് നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. ഓരോ പുലരിയിലും അവൻ തരും പൊതു സ്നേഹം, ഓരോ സന്ധ്യയിലും അവൻ തരും ഉന്മേഷം. നിന്നുള്ളിൽ നിന്നും മുറിവുകൾ തുടച്ചു മാറ്റിയിടും, അവൻ എടുത്തു മാറ്റിയിടും. മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവസ്വരം. ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, നാളെയും അവനോ മാറ്റമില്ല. ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, നാളെയും അവനോ മാറ്റമില്ല. നിന്റെ മനസ്സിൽ നീ ഏറ്റ മുറിവിൽ അവനോ തൊട്ടു നിന്നെ സുഖപ്പെടുത്തും, അവനോ നിന്റെ മുറിപ്പാടകറ്റും. ഇന്നലെയും ഇന്നും അവൻ ഒരുവൻ തന്നെ, നാളെയും അവനോ മാറ്റമില്ല. നിന്റെ മനസ്സിൽ നീ ഏറ്റ മുറിവിൽ അവനോ തൊട്ടു നിന്നെ സുഖപ്പെടുത്തും, അവനോ നിന്റെ മുറിപ്പാടകറ്റും. മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാം ദൈവ
ദൈവസ്വരം. അനുദിനം പേറും വ്യഥകളെല്ലാം മനസ്സിൽ നിന്നും അവൻ ഒപ്പിയകറ്റും. അനുദിനം പേറും വ്യഥകളെല്ലാം മനസ്സിൽ നിന്നും അവൻ ഒപ്പിയകറ്റും. ഭയമരുതേ ലജ്ജയരുതേ അവനായി നമുക്കെന്നും കാത്തിരിക്കാം. അവനോടൊപ്പമായി ചേർന്നിരിക്കാം. അനുദിനം പേറും വ്യഥകളെല്ലാം മനസ്സിൽ നിന്നും അവൻ ഒപ്പിയകറ്റും. ഭയമരുതേ ലജ്ജയരുതേ അവനായി നമുക്കെന്നും കാത്തിരിക്കാം. അവനോടൊപ്പമായി ചേർന്നിരിക്കാം. മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. കണ്ണാൽ കാണുന്ന കാഴ്ചകൾ കാതിലെന്നും കേൾക്കാൻ ദൈവസ്വരം. മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. കണ്ണാൽ കാണുന്ന കാഴ്ചകൾ കാതിലെന്നും കേൾക്കാൻ ദൈവസ്വരം. ഓരോ പുലരിയിലും അവൻ തരും പുതു സ്നേഹം. ഓരോ സന്ധ്യയിലും അവൻ തരും ഉന്മേഷം. നിന്നുള്ളിൽ നിന്നും മുറിവുകൾ തുടച്ചു മാറ്റിയിടും. അവനെടുത്തു മാറ്റിയിടും. നിന്നുള്ളിൽ നിന്നും മുറിവുകൾ തുടച്ചു മാറ്റിയിടും. അവരെടുത്തു മാറ്റിയിടും. മാറും നൊമ്പരങ്ങൾ തീരും സങ്കടങ്ങൾ യേശു നിന്നിൽ വരുമ്പോൾ. നിൻ കണ്ണാൽ കാണും നല്ല കാഴ്ചകൾ കാതിലെന്നും കേൾക്കാൻ ദൈവസ്വരം.